നമസ്കാരം. ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒരു അയവുമില്ലാതെ തുടരുകയാണ്. ആക്രമണം നടത്തിയും പ്രത്യാക്രമണം നടത്തിയും ഈ യുദ്ധം മുറുകുകയാണ്. ഇരുപക്ഷത്തിനും നാശനഷ്ടങ്ങളാണ് യുദ്ധം സമ്മാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെതിരെ ഗുരുതര ആരോപണവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ശത്രു പട്ടികയിൽ ആദ്യം ഇടം നേടിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്നും തങ്ങളുടെ ആണവ പദ്ധതിക്ക് ഭീഷണിയായാണ് ട്രംപിനെ ഇറാൻ കാണുന്നതെന്നും അതുകൊണ്ടാണ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നു. ഞായറാഴ്ച ഫോക്സ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത്. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതിന് ആണവ കരാർ റദ്ദാക്കിയതിനുമാണ് ഇറാൻ ട്രംപിനെതിരെ തിരിഞ്ഞത്. ഇറാന്റെ ആണവ ലക്ഷ്യങ്ങൾക്കെതിരായ ട്രംപിന്റെ ഉറച്ച നിലപാടിനെ അദ്ദേഹം അഭിനന്ദിച്ചു. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിക്കാനുള്ള ഇസ്രയേൽ പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്നും ട്രംപ് നിലപാടെടുത്തു എന്നാണ് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഖമനിയെ വധിക്കാൻ അവസരമുണ്ടെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത്. ഇക്കാര്യം US മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചെങ്കിലും ട്രംപ് അത് തള്ളിക്കളയുകയായിരുന്നു. അഭിമുഖത്തിലുടനീളം, അതായത് ഫോക്സ് തന്നെ നൽകിയ അഭിമുഖത്തിലുടനീളം ട്രംപിന്റെ ജൂനിയർ പാർട്ട്ണറിനാണ് ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനെ ആസന്നമായ ഒരു ആണവ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ആണവായുധങ്ങൾ വികസിപ്പിക്കുവാനുള്ള തെഹ്റാന്റെ ശ്രമങ്ങളെ ഇരു നേതാക്കളും ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. തന്റെ രാജ്യം വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്നും ഇതിനെ 12-ാം മണിക്കൂറിൽ തന്നെ എതിർക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാനെ ആക്രമിക്കുന്നതിൽ അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ട്രംപ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഇറാൻ ഏതെങ്കിലും വിധത്തിലോ രൂപത്തിലോ തങ്ങളെ ആക്രമിച്ചാൽ US സായുധ സേനയുടെ മുഴുവൻ ശക്തിയും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ നിങ്ങളുടെ മേൽ പതിക്കും എന്നാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു കരാർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ രക്തരൂക്ഷിതമായ സംഘർഷം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് ഖസെമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഗസിം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അതിനിടെ വടക്കൻ ഇറാന്റെ മിസൈൽ വർഷം തുടരുകയാണ്. ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. മൂന്നിടങ്ങൾ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട്. അതേസമയം ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും പിന്നാലെ തെഹ്റാനിലെ പോലീസ് ആസ്ഥാനം ഇസ്രയേൽ ആക്രമിച്ചു. ഒറ്റ രാത്രി കൊണ്ട് തെഹ്റാനിലെ 80-ലധികം കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ആക്രമിച്ചത്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം, ആണവ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവ ആക്രമിച്ചതായും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു.